പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കാലത്തെയോ നിൻ്റെ ഭാവിയെയോ തീരുമാനിക്കുന്നത് ഒരിക്കലും നിൻ്റെ സാഹചര്യങ്ങളോ നിൻ്റെ ചുറ്റുപാടുകളോ അല്ല. നക്ഷത്രങ്ങളല്ല നിൻ്റെ കാലഗതികളെ തീരുമാനിക്കുന്നത്. നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പറയും. സങ്കീർത്തനം 31 പറയുകയാണ്, ദാവീദ് പറയുകയാണ്, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ ഇടവിടാതെ പോരാടുമ്പോൾ അവരിൽ നിന്ന് നീയാണെന്നെ ഉദ്ധരിക്കുന്നത്, നീയാണെന്നെ രക്ഷിക്കുന്നത്. ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, നിൻ്റെ കാലഗതികളെ തിരിക്കുന്നത് കർത്താവാണ്. നിനക്കൊരു ശുഭഭാവി ഉണ്ടാകേണ്ടതിന്, നിൻ്റെ നന്മകൾ നിൻ്റെ അടുക്കലേക്ക് വരേണ്ടതിന് സ്വർഗം അതിനെ തിരിക്കുക തന്നെ ചെയ്യും. എപ്പോഴും നീ ദുഃഖത്തിൻ്റെ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല. എപ്പോഴും നീ നന്മ അനുഭവിക്കാതിരിക്കാൻ, നിൻ്റെ നന്മയെ ബ്ലോക്ക് ചെയ്യാൻ കർത്താവ് സമ്മതിക്കുകയില്ല. ദൈവം ഒരു നാൾ നിൻ്റെ കാലഗതിയെ നിനക്ക് അനുകൂലമായി തിരിക്കുക തന്നെ ചെയ്യും. കർത്താവ് നിനക്ക് വേണ്ടി അനുകൂലമായി ഇറങ്ങുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നാളും എന്തു ചെയ്യേണ്ട? ഭാരപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കർത്താവ് നിൻ്റെ കാലഗതിയെ തിരിക്കുകയാണ്. അവിടെ നക്ഷത്രങ്ങൾക്ക് പങ്കില്ല, അവിടെ നിൻ്റെ ചുറ്റുപാടുകൾക്ക്, നിൻ്റെ സാഹചര്യങ്ങൾക്ക് പങ്കില്ല. ഏത് മേഖലയാണെങ്കിലും, ഏത് ദുരനുഭവമാണെങ്കിലും ദൈവം നിൻ്റെ കാലഗതിയെ നിനക്ക് അനുകൂലമായി തിരിക്കും.